Hi friends, viewers and those just calling by. Welcome to our very first cooking vlog. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് everyone's favorite Kerala style chicken biryani. ചിക്കൻ ക്ലീൻ ചെയ്ത് ലേശം ഉപ്പ്, സ്ക്വീസ് ലെമൺ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, മല്ലിയില, പുതിനയില എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കുറച്ചധികം തൈരും കൂടി ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂം, ദി ടെംപ്റ്റിംഗ് ഗ്രീൻ മസാല ഈസ് റെഡി. ഈ മസാല ചിക്കനിലേക്ക് ആഡ് ചെയ്ത് ഒപ്പം കുറച്ച് മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടികൾ, ഗരം മസാല, കുരുമുളക് പൊടി ഇവയും ചേർത്ത് let's give a smooth massage to the chicken and let it rest again. സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്ത് മാറ്റി ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചോറ് വേണ്ടേ? വെള്ളം വെച്ച് സ്പൈസസ് ആഡ് ചെയ്ത് തിളച്ചു വരുമ്പോൾ അരി കഴുകി വെച്ചതിട്ട് ഒരു 80% വേവ് ആവുമ്പോൾ വെള്ളം കളഞ്ഞ് വാർത്ത് എടുത്തു വെക്കാം. ഇനി ബിരിയാണിയുടെ ഗ്രേവി തയ്യാറാക്കാം. സവോള വഴറ്റി തക്കാളി ഇട്ട് വെന്ത് കഴിയുമ്പോൾ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്യാം. ശേഷം വറുത്ത് വെച്ച ചിക്കനും ബാക്കി വന്ന മസാലയും ആഡ് ചെയ്ത് മിക്സ് എവരിതിങ് ടുഗെദർ. ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. Now comes the grand finale, layering. ഇത് ഒരിക്കലും അനുകരണീയമല്ല. പകരം ചോറ്, മസാല, ഇലകൾ, നട്ട്സ്, കിസ്മിസ് ഇതെല്ലാം ഓരോരുത്തരുടെ സ്കിൽ പോലെ ലെയർ ചെയ്യാം. ദെൻ അടച്ചു വെച്ച് ഒരു 30-45 മിനിറ്റ്സ് ദം ചെയ്യുക. Now turn off the flame. ഇനി ഒരു മണിക്കൂർ ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. അതിനുശേഷം ബിരിയാണി ചെമ്പ് തുറക്കുക. ആ ടെംപ്റ്റിംഗ് സ്മെൽ ആസ്വദിച്ച് മിക്സ് എവരിതിങ് കെയർഫുള്ളി ആൻഡ് ടാഡാ, ചിക്കൻ ബിരിയാണി ഈസ് റെഡി. അപ്പോ നമ്മുടെ തട്ടിക്കൂട്ട് ബിരിയാണി ബിരിയാണി കഴിച്ച് ഇഷ്ടപ്പെട്ടാ കമന്റ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. More vlogs are coming soon. Stay tuned. Bye for now.